ഹലോ മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ബാപ്പാനെ കുറിച്ചാണ്. എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മാനെ കെട്ടിയിട്ട് ഞങ്ങൾ 2 മക്കളുണ്ടായിരുന്നു. എൻ്റെ മൂത്തത് പ്രസവിച്ച 39-ൻ്റെ അന്ന് മരിച്ചുപോയി എന്ന് ഉമ്മ പറഞ്ഞു. ആൺകുട്ടിയായിരുന്നു. അതിനുശേഷം എന്നെ പ്രസവിച്ചു. ഉമ്മയും ബാപ്പയൊക്കെ വേർപിരിഞ്ഞു. ബാപ്പ രണ്ടാമത് വേറെ കല്യാണം കഴിച്ചു. അതിൽ 9 മക്കളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൊത്തം 11 മക്കൾ. അതായപ്പോൾ ബാപ്പ മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ സന്താന നിയന്ത്രണം വന്നപ്പോൾ അവിടെ പോയി നിയന്ത്രിച്ചു. അങ്ങനെ പിന്നെ നമ്മളൊക്കെ അങ്ങനെ വളർന്നു. ബാപ്പ നല്ലപോലെ നോക്കോട്ടെ. നമുക്ക് ബാപ്പയാണ് കൂടുതലും എല്ലാം ചെയ്തു തരുന്നത്. ബാപ്പാക്ക് കൊല്ലത്തിൽ ചിങ്ങത്തിലാണ് ബോണസ് കിട്ടുന്നത്. കുറച്ചുള്ളൂവെങ്കിലും കൊല്ലത്തിൽ അത് കിട്ടുമ്പോൾ സന്തോഷമാണ്. അന്ന് നമുക്ക് പെരുന്നാളാണ്. ഓരോരുത്തർക്കും 2-3 ജോഡി വെച്ച് ഡ്രസ്സ് എടുക്കും. കാതിൽ കിടക്കുന്നതൊക്കെ വേറെ മാറിത്തരും. ഹാപ്പിയാണ്. അപ്പം നമ്മൾ ചിങ്ങം വരാൻ ഞങ്ങൾ കാത്തിരിക്കും. പിന്നെ മക്കളൊക്കെ കൂടുതലായി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ചെയ്യണ്ടേ. ഇപ്പം ഞങ്ങൾ അതിലിപ്പോൾ 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും മരിച്ചുപോയി. ബാക്കി നമ്മളിപ്പോൾ 7 പേരുണ്ട്. എന്നടക്കം 7 പേരുണ്ട്. അവരൊക്കെ ഒരേ സ്ഥലത്തുകൾ താമസിക്കുന്നത്. വല്ലപ്പോഴൊക്കെ വരുമ്പോൾ അങ്ങനെ കാണും. ആവശ്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഉമ്മയും ബാപ്പയുള്ള അമ്മയൊക്കെ മരിച്ചുപോയി. അപ്പം അമ്മ മക്കൾ മാത്രമേ ഉള്ളൂ. എനിക്കവിടെയമ്മ അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവരൊക്കെ ഇടയ്ക്കൊക്കെ വരെയും കാണുകയും പോവുകയൊക്കെ ചെയ്യും. പെരുന്നാളാകുമ്പോഴൊക്കെ വരും. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ മൊത്തം 9 മക്കളായിരുന്ന സമയത്ത് വാപ്പാൻ്റെ കൈ നോക്കാൻ വേണ്ടി ഒരാളുണ്ട്. ഒരു ലാടനാണെന്ന് പറഞ്ഞു. അപ്പം അന്ന് നമ്മൾ മൊത്തം 9 മക്കളാണ്. ആ സമയത്ത് അന്ന് അയാൾ വന്നപ്പോൾ കൈ നോക്കണ ബാബു എന്ന് പറഞ്ഞപ്പോൾ ബാപ്പ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അയാൾ മുഖം നോക്കിയിട്ട് പറഞ്ഞു, ദോഷമില്ലേൽ കാശ് വേണ്ട എന്നാ ബാബു. കുളന്തകൾ എത്രയെന്ന് ഞാൻ പറഞ്ഞു തരാം. ജോഡിക്ക് ജോഡി, ജോഡിക്ക് ജോഡി, ജോഡിക്ക് ജോഡി, ജോഡിക്ക് ജോഡി, ജോഡിക്ക് 1 എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയാമോ? 4 ജോഡി പറഞ്ഞു, 1 പറഞ്ഞു. അങ്ങനെ 9 മക്കൾ. ദോഷമില്ലേൽ കാശ് വേണ്ട